തമിഴ്നാട്ടിലെ ചെന്നൈയിൽ നിന്നും രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയിലേക്ക് പോകുന്ന ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസിന്റെ രണ്ടാമത്തെ പാർട്ടാണിത്. മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നായ നാഗ്പൂർ ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. നാഗ്പൂരിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ വന്നിട്ടുള്ളത്. ഡൽഹി വരെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന കോച്ച് സ്ലീപ്പറാണ്. സ്ലീപ്പറിൽ S3 ഇത് തന്നെയാണ്. നമ്മുടെ ട്രെയിൻ നമ്പറൊക്കെ വരുന്നത് 126-15. തിരിച്ചു വരുമ്പോൾ 126-16. അതുപോലെ തന്നെ ഇവിടെ ഫുഡൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാനുണ്ട്. പഴം വാങ്ങിക്കണം. അത് ഈ ഒരു ഭാഗത്തുനിന്നായിട്ട് വാങ്ങിക്കുക. ഇവിടെ തന്നെ ഉണ്ട്. ഒരു 30 രൂപയ്ക്ക് വാങ്ങിച്ചാൽ മതി. അതെ അതെ അതെ. എത്ര ഉണ്ട് അത്? മതി 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 അത് മതി അത് മതി. 5 മിനിറ്റാണ് നാഗ്പൂരിൽ സ്റ്റോപ്പ് ഉണ്ടായത്. അങ്ങനെ ഇതാ ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ്. 12:06 സമയം. ഇപ്പം സ്റ്റേഷന്റെ കോഡ് വരുന്നത് NJP എന്നാണ്. ഇവിടെ IRCTCന്റെ ഡേ റൂംസ് ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിൻ ഉണ്ട്. ജമ്മു കാശ്മീരിലെ ശ്രീമാതാ വൈഷ്ണോദേവി കട്രയിന്ന് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലേക്ക് പോകുന്ന നവ്യുഗ് എക്സ്പ്രസ് അതിവിടെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വന്ന് കിടക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് മെയിനായിട്ടുള്ളൊരു ഹൈലൈറ്റ് പറയുന്നത് ഈ ഒരു ബ്രിഡ്ജാണ്. നാഗ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഈ ഒരു പാലത്തിൻ്റെ കാഴ്ചകൾ നല്ല രീതിയിൽ തന്നെ കാണാം. നവ്യുഗ് എക്സ്പ്രസ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മംഗലാപുരം കട്ര വണ്ടി ഉണ്ടായതാണ്. കോവിഡിന് ശേഷം അത് പോയി. അത് പിന്നെ പെർമനൻറ്റ് ഇവരെന്നെ കൊണ്ടുപോയി തിരുനെൽവേലിയാക്കി. നമ്മുടെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് വഴി നേരെ പാലക്കാട് വഴി നേരെ ഇങ്ങോട്ട് വരുന്ന വണ്ടിയായിരുന്നു ഉണ്ടായത്. ഇനി അത് തിരിച്ച് വരും തോന്നില്ല. നാഗ്പൂർ റെയിൽവേ സ്റ്റേഷനോട് വിടാം. നാഗ്പൂരിന് ശേഷം നമ്മുടെ സ്ലീപ്പർ ക്ലാസിന്റെ ഒരു കാഴ്ച കണ്ട തിരക്കേയില്ല. കുറേ ആൾക്കാർ പറയും കേരളം വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്ലീപ്പർ അൺറിസർവ്ഡ് ആവുന്ന നമ്മുടെ ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസിന് നമ്മൾ ചെന്നൈയിൽ നിന്ന് കയറിയ സമയം മുതൽ നാഗ്പൂർ വരെ ഒരു തിരക്കുമില്ല. തിരക്ക് എന്ന് വെച്ചാൽ റിസർവേഷൻ ചെയ്തവരല്ലാതെ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് ആര് കയറാൻ അങ്ങനെ ഒരു വിഷയം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ഇത് രണ്ടുപേരുടെയും അപ്പർ ബർത്താണല്ലോ. രാവിലെ ഇതിലത്തെ പാൻട്രിയിൽ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് കഴിക്കുന്നില്ല. ഉച്ചയ്ക്ക് ഞങ്ങളിതാ ഈ വാങ്ങിച്ച പഴവും പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ബന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് കഴിക്കാം അല്ലേ? അത് വേറൊന്നും കൊണ്ടല്ല, കാരണം ഈ ട്രെയിനിൽ തന്നെ പാൻട്രി തന്നെ ബിരിയാണി വെജ് താലിക്ക് പോകുന്നുണ്ട്. ഉച്ചയ്ക്ക് ലഘുവായിട്ട് കഴിക്കാന്ന് വെച്ചിട്ടാണ് ഇത് കരുതുന്നത്. അപ്പോൾ രാത്രിക്ക് എന്തെങ്കിലും ട്രെയിൻ തന്നെ വാങ്ങി കഴിക്കാം. പിന്നെ കഴിക്കാതെ പറ്റുകയും ചെയ്യില്ല, കാരണം ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നു. സ്റ്റേഷൻ തന്നെ നല്ല ഭക്ഷണം കിട്ടണമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. 130 km/h സ്പീഡിലാണ് ട്രെയിൻ ഇപ്പോൾ പോകുന്നത്. ഇതുവഴി ഇതാ ഒരു മെമു കടന്നു പോവുകയാണ്. ട്രെയിനിപ്പോൾ അംല ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം 2:20. അംല ജംഗ്ഷൻ. മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ മാറി ട്രെയിൻ ഇപ്പോൾ മധ്യപ്രദേശിലേക്ക് എത്തിയിരിക്കുകയാണ്. മധ്യപ്രദേശിലെ ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പാണ് അംല. റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു ഭാഗമൊക്കെ ഇങ്ങനെയാണ്. ഇവിടെ ഇപ്പം മറ്റു ട്രെയിനൊന്നും ഇല്ല, ആകെ നമ്മുടെ ട്രെയിൻ മാത്രമേ ഉള്ളൂ. ഡൽഹിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ചെന്നൈയിൽ നിന്ന് ട്രെയിനുകൾ ഒരുപാടുണ്ട്. അതിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് കേരള എക്സ്പ്രസ് ഉണ്ട്, മംഗളയുണ്ട്, ദുരന്തമുണ്ട്, രാജധാനി ഉണ്ട്, അങ്ങനെ ഒരുപാട് ട്രെയിൻ ഉണ്ടല്ലോ. ആ ട്രെയിനുകളൊക്കെ അപേക്ഷിച്ച് തമിഴ്നാട്ടിൽ നിന്ന് പോകുന്ന ട്രെയിനുകൾക്കൊക്കെ തിരക്ക് കുറച്ച് കുറവാണ്. അതായത് നമ്മുടെ എന്താ പറയുക MGR ചെന്നൈ സെന്ററിൽ നിന്ന് രാവിലെ ഇവിടുന്ന് ദുരന്തമൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നോക്കാം, ടിക്കറ്റ് ഒരുപാട് നമുക്ക് ഡൽഹിക്ക് കിട്ടും. അതുപോലെ നമ്മൾ ഇന്ന് വന്ന ഈ പറഞ്ഞ ഗ്രാൻഡ് ട്രങ്കിനായാലും ടിക്കറ്റ് ഒരുപാട് കിട്ടും. പെട്ടെന്ന് അധികം എന്താ പറയുക വലിയ റഷ് ഇല്ലാത്തൊരു ട്രെയിനാണ്. അതുപോലെ തന്നെ തമിഴ്നാട് എക്സ്പ്രസും. പക്ഷേ ഏറ്റവും ഒരു വിഷയം എന്ന് വെച്ചാൽ നമുക്ക് ചെന്നൈയിലേക്ക് വന്ന് കയറണമല്ലോ. കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് വന്ന് ട്രെയിൻ ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതായത് ഈ ട്രെയിന് ഒരു RIC സീറ്റ് പോലും ഇല്ല. അതായത് ട്രെയിന് തിരക്കേയില്ല.
അതാ ഞങ്ങൾ നേരത്തെ പറഞ്ഞ തന്നെ, ഈ പറഞ്ഞ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പറിലേക്ക് കയറേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എനിക്കൊന്നും ഞങ്ങൾ ഇന്ന് പോകുന്ന ദിവസത്തിൻ്റെതായിരിക്കാം എന്ന് വെച്ചാൽ നമുക്ക് ഫെസ്റ്റിവൽ ഒന്നും ഒരിക്കലും നമുക്ക് ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്ത് പോകാൻ പറ്റൂല. തിരക്ക് എപ്പോഴാണ് വരുന്നതെന്നും പറയാൻ പറ്റൂലല്ലോ. 2:41 ബേത്തൂൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ട്രെയിൻ വന്നിട്ടുണ്ട്. പാട്ലിപുത്രയിൽ നിന്ന് SMVT ബാംഗ്ലൂരിലേക്ക് പോകുന്ന ഹംസഫർ എക്സ്പ്രസ് ആണിത്. അതിവിടെ നിന്ന് എടുത്ത് പിന്നെ നമ്മൾ നേരത്തെ തിരക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് എല്ലാ ട്രെയിനിലും അങ്ങനെയല്ല. ബംഗാള്, പട്ന, ബീഹാർ ഭാഗത്തേക്ക് പോകുന്നല്ലേ ട്രെയിനിൻ്റെ സ്ലീപ്പർ ക്ലാസ് അൺറിസർവ്ഡ് തന്നെയാണ്. ഈ ആസാമിലൊക്കെ പോകുന്നത് അവർ വെയിറ്റേഴ്സിൻ്റെ കൂട്ടത്തോടെ ജനറൽ ടിക്കറ്റിൽ എടുത്തിട്ട് കയറുന്നവരുണ്ട്. ഓരോ സ്ഥലത്തെ ആൾക്കാരുടെ ആ ഒരു മനോഭാവം, അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് സംഭവം. പിന്നെ തിരക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നേത്രാവതിൻ്റെ സ്ലീപ്പറെല്ലാം പറഞ്ഞാൽ കോഴിക്കോട് എത്തുമ്പോൾ തന്നെ ജനറലാണല്ലോ. തീർച്ചയായും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം ട്രെയിനുകൾ കുറവ് വന്നാലും ഇതേ അവസ്ഥയുണ്ട്. പിന്നെ കൊങ്കൺ വഴി പോകുന്ന ട്രെയിനുകൾക്കൊന്നും കാര്യമായിട്ട് അങ്ങനെ വലിയ വിഷയം വരില്ല. അപ്പം കേരളം വിട്ടാൽ ജനറൽ എന്ന് പറയുന്നതിന് അങ്ങനെ വലിയ പ്രത്യേകിച്ച് ഒരു അർത്ഥമൊന്നുമില്ല. അത് ഓരോരു സാഹചര്യം പോലെ ഇരിക്കും. അതെ, ഈ പറഞ്ഞ പോലെ ജനറൽ ആവുന്ന സാഹചര്യം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പാടലിപുത്ര അതിലൂടെ എതിർദിശയിലുള്ളൊരു ട്രാക്ക്. ഇവിടുന്ന് കുറച്ചും കൂടെ വ്യക്തതയോടെ കാണാം. അവിടെ ഒരു ട്രെയിൻ ഉണ്ടാവും, ഗുഡ്സാണെന്ന് തോന്നുന്നത്. ഗുഡ്സ് ട്രെയിനാണ്. ഞങ്ങൾ വീണ്ടും അപ്പർ ബർത്തിൻ്റെ മുകളിലേക്ക് തന്നെ കയറിയിരിക്കുകയാണ്. ഈ അപ്പർ ബർത്ത് ഞങ്ങൾ എടുക്കുന്നതിനെ പറ്റി ഒരുപാട് പേര് പല നിർദ്ദേശങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം ഏറ്റവും നല്ല ബെർത്ത് സൈഡിൽ ഓവറാണ്, അപ്പർ ബർത്തല്ല. കാരണം അപ്പർ ബർത്തിൻ്റെ മുകളിൽ ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റില്ല. ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം അപ്പർ ബർത്ത് എടുത്താലും സൈഡിൽ ഓവർ എടുത്താലും കാണിക്കുന്ന വിഷ്വൽസ് എല്ലാം ഒരേപോലെയാണ്. അപ്പർ ബർത്തിൻ്റെ ഏറ്റവും വലിയ ഉപകാരം ലോങ് യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങിപ്പോകാം. കാരണം നമുക്കിപ്പോൾ പകൽ ടൈമിലാണെങ്കിൽ മിഡിൽ ബെർത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിടന്നുറങ്ങിപ്പോകാൻ പറ്റില്ല. കാരണം പകൽ ടൈമിൽ മിഡിൽ ബെർത്ത് പൊക്കി വെക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെയാണ് ലോവറിനും. കാരണം ലോവറിൽ ആൾക്കാർ വന്നിരിക്കും. ആ സമയത്ത് അപ്പർ ബെർത്തിൽ അങ്ങനത്തെ ഒരു വിഷയമില്ല. ഏത് സമയത്ത് വേണമെങ്കിൽ വന്നിരിക്കാം, ഏത് സമയത്ത് വേണമെങ്കിൽ കിടക്കാം. സൈഡ് അപ്പറും അതുപോലെ തന്നെയാണ്. സൈഡ് ലോവറിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് അപ്പറിലുള്ള ആൾക്കും സൈഡ് ലോവറിൽ വന്നിരിക്കാനുള്ള അവകാശമുണ്ട് പകൽ ടൈമിൽ. സൈഡ് അപ്പറും സൈഡ് ലോവറും ഒരേപോലെ രണ്ട് പേർക്കാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് വരില്ല. ഇപ്പം ഞങ്ങൾക്ക് രണ്ട് പേർക്കാണ് സൈഡ് ലോവറും സൈഡ് അപ്പറും ആണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, വേറൊരാളവിടെ കയറിയിരിക്കാൻ പറ്റില്ല. പക്ഷേ രാത്രിക്ക് കിടന്നുറങ്ങുമ്പോൾ സൈഡ് ലോവർ വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ബാഗൊക്കെ വെച്ച് പോകുമ്പം ഒരു സേഫും ഇല്ലാത്ത ഒരു ബെർത്ത് ഉണ്ടെങ്കിൽ അത് സൈഡ് ലോവർ ആയിരിക്കും. കാരണം നടന്നു പോകുന്ന വഴീൻ്റെ അവിടെയാണല്ലോ ഉള്ളത്. അപ്പോൾ സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റിയ ഒരു ബെർത്ത് ഉണ്ടെങ്കിൽ അത് അപ്പർ ബെർത്തായിരിക്കും. ലോങ് യാത്ര ചെയ്തവർക്ക് അതിൻ്റെ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഒരു ദിവസത്തെ, അതായത് ഒരു നൈറ്റ് യാത്ര നമ്മുടെ കേരളത്തിൽ നിന്ന് മുംബൈയിലേക്കൊക്കെ ആണെങ്കിൽ വലിയ സീനില്ല. ഡൽഹി ഭാഗത്തേക്കെല്ലാം സ്ലീപ്പർ ക്ലാസ്സിൽ സൈഡ് ലോവർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പല വീഡിയോയിലും പറയുമ്പോൾ നമ്മളെ ഒരുപാട് പേരും പല രീതിയിൽ കളിയാക്കിയിട്ടുണ്ട്, കുറ്റം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് ട്രെയിൻ വ്ളോഗറാണ്, നിങ്ങൾ സൈഡ് ലോവർ എടുക്കാതെ അപ്പർ ബെർത്ത് എന്തിനാണ് എടുക്കുന്നത്? യാത്ര ചെയ്തവർക്ക് അപ്പർ ബെർത്തിൻ്റെ ഉപയോഗം എത്രത്തോളാണെന്ന് മനസ്സിലാവും. വൈകുന്നേരം ഓരോരോ ദാൽവട, അതായത് പരിപ്പുവട വാങ്ങിച്ചിരിക്കുകയാണ്. ഒരെണ്ണത്തിന് 10 രൂപയാണ്, രണ്ടെണ്ണത്തിന് കൂടി 20 രൂപയായി. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു
കെച്ചപ്പ് കൂടി ഉണ്ട്. അപ്പോൾ ഇത് കഴിക്കാം. പിന്നെ ഈ അപ്പർ ബർത്തിൻ്റെ മുകളിലത്തെ സീറ്റ് ഉണ്ട്, അതാ മൊത്തത്തിൽ പറഞ്ഞിരിക്കുക. പക്ഷേ നല്ല കംഫർട്ട് ഉണ്ട് കേട്ടോ. നല്ല ഈ കിടക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ട്രെയിൻ ഇപ്പോൾ ഇത്താർസി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ബുസവാൽ നാഷിക് റോഡ് ആ ഭാഗത്തേക്ക് പോകുന്ന ലൈനാണ്. നമ്മുടെ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് ഒക്കെ വരുന്നത് ഈ ഒരു റൂട്ട് വഴിയാണ്. മുംബൈ നേരെ നാഷിക്, ബുസവാൽ വഴി നേരെ കയറി ഇറ്റാർസിലെത്തും. പിന്നെ നേരെ ഡൽഹി. റെയിൽവേ സ്റ്റേഷൻ ഇതാ തൊട്ട് മുന്നിൽ. ട്രാക്കിൽ മുഴുവനും പശുക്കളാണ്. തൊട്ട് ഇവിടെ തന്നെ ഒരുപാട് ലോറികളൊക്കെ ഇത്ര നിർത്തിയിട്ടുണ്ട്. സമയം 4:28. ഇറ്റാർസി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ഇവിടെ 4:40 എത്തേണ്ടത്. നേരത്തെ എത്തി. മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ഇവിടെ 4:40 4:50 വണ്ടി എടുക്കേണ്ടത്. അതായത് 10 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. അതുപോലെ തന്നെ ഭോപ്പാൽ നാഗ്പൂർ റൂട്ടിൽ ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണിത്. വെസ്റ്റ് സെൻട്രൽ റെയിൽവേ സോണിന്റെ കീഴിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഇവിടെ ഉണ്ടല്ലോ 8 പ്ലാറ്റ്ഫോമുകളുണ്ട്. അതുപോലെ തന്നെ ജംഗ്ഷൻ വരുവാണെങ്കിൽ ഇപ്പം നമ്മൾ വന്ന നാഗ്പൂർ റൂട്ട്, ഇനി പോകേണ്ട ഭോപ്പാൽ റൂട്ട്, അതുപോലെ തന്നെ മന നേരത്തെ ഒരു ട്രാക്ക് കാണിച്ചിരുന്നില്ലേ നമ്മുടെ ബുസവാലൊക്കെ പോകുന്ന റൂട്ട്, അതുപോലെ തന്നെ ഇവിടുന്ന് ജബൽപൂരൊക്കെ വേറൊരു റൂട്ട് കൂടെ പോകുന്നുണ്ട്. അതാണ് ജംഗ്ഷൻ വന്നത്. വലിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസിന്റെ കോച്ചുകളുടെ എണ്ണം പറയാം. ഇതിന് ആകെ 4 അൺറിസർവ്ഡ് കോച്ചുകളാണ് ഉള്ളത്. 2 മുന്നിലും 2 പുറകിലും. 6 സ്ലീപ്പർ, 6 തേർഡ് AC, 2 സെക്കൻഡ് AC, 1 ഫസ്റ്റ് AC. അങ്ങനെയാണ് ഇതിന്റെ കണക്ക് വരുന്നത്. ഇവിടെ ചൂടായിട്ട് തന്നെ ബ്രെഡും ഓംപ്ലേറ്റ് ഒക്കെ ആക്കുന്നുണ്ട്. ഇതാ ലൈവായിട്ട് ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ച് കഴിച്ച് നമുക്ക് ട്രെയിനിൽ കയറിയിട്ട് പോവാം. മധ്യപ്രദേശിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ പ്ലാറ്റ്ഫോമിലും അതുപോലെ തന്നെ ട്രാക്കിൻ്റെ ഇവിടെയൊക്കെ പശുവാണ് മുഴുവനായിട്ടുള്ളത്. ഇതാ ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഇതേ ഒന്നുണ്ട്. വരുന്ന വഴിക്ക് തന്നെ കുറേ ഉണ്ടായിരുന്നു. തേരാ പര നടപ്പ് തന്നെയാണ്. ഞാൻ പറയുന്നു പോനു ഇവറ്റുള്ള മിക്കവാറും നമ്മൾ ട്രെയിനുകൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ തട്ടൂലേ. ഇതിനെ തൊട്ട് മിക്കവാറും ഇതിങ്ങനെ ലക്കില്ലാതെ പോകുന്നതല്ലേ. നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസിനെ GT എക്സ്പ്രസ് എന്നും പറയലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ വിശദീകരിച്ചാണ് വീണ്ടും പറഞ്ഞു വെറുപ്പിക്കുന്നില്ല. എന്നാലും അത് കാണാത്തവർക്ക് വേണ്ടി പറയണല്ലോ. നമ്മുടെ GT എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഒരു ലെജൻഡറി വണ്ടി തന്നെയാണ്. 95 വർഷം ഇത് ഓടി തുടങ്ങിയിട്ട്. ആദ്യമായി ഓടി തുടങ്ങിയ വർഷം 1929 ഏപ്രിൽ 1 അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സംഭവം പറയുകയാണെങ്കിൽ ആദ്യം ഓടി തുടങ്ങിയത് മംഗലാപുരത്ത് നിന്ന് പാകിസ്ഥാനത്തെ പെഷവാറിലേക്കാണ് ഓടി തുടങ്ങിയത്. പെഷവാർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പാകിസ്ഥാനത്തെ 6ാമത്തെ വലിയ നഗരമാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ നേരെ ഇപ്പോൾ നമ്മൾ പോകുന്ന പോലത്തെ ഒരു ട്രെയിനായിട്ടല്ല ഓടിയത്. മംഗലാപുരത്ത് മംഗലാപുരം ചെന്നൈ മീലുണ്ടല്ലോ, ഇതിൽ 2 കോച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ ഗ്രാൻഡ് ട്രങ്ക് എന്ന് പറഞ്ഞാൽ. അത് അതിൽ അറ്റാച്ച് ചെയ്തിട്ട് മദ്രാസ് വരെ, മദ്രാസ് വരെ വന്നു. അപ്പം അതുപോലെ മദ്രാസ് നിന്ന് ഇപ്പോൾ പറഞ്ഞ ഇറ്റാർസിയായിട്ട് ഒരു ബന്ധമുണ്ട് ഈ ഗ്രാൻഡ് ട്രങ്കിന്. അതായത് മദ്രാസ് നിന്ന് ഈ പറഞ്ഞ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വേറെ മറ്റു ട്രെയിനുകൾ കോച്ചുകളൊക്കെ ആയി വന്ന് ഈ പറഞ്ഞ ഗ്രാൻഡ് ട്രങ്ക് അടക്കം നേരെ ഇറ്റാർസി എക്സ്പ്രസ്സിൽ വരും. എന്നിട്ട് ഇവിടുന്ന് അത് വേർപെടുത്തിട്ട് മറ്റൊരു ട്രെയിൻ, അതെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുല റെയിൽവേ, നമ്മുടെ സെൻട്രൽ റെയിൽവേ അന്ന് അറിയപ്പെടുന്നത് അങ്ങനെയാണ്. ഇപ്പോഴാണ് സെൻട്രൽ റെയിൽവേ അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു അവരുടെ കീഴിലുള്ള ഒരു വണ്ടിയുണ്ട്, ബോംബെ ഡൽഹി. ആ വണ്ടിയിൽ നേരെ ഇറ്റാർസിയിൽ നിന്ന് ഡൽഹി വരെ വീണ്ടും വരും. ഡൽഹിയിൽ നിന്ന് എന്ത് ചെയ്യും, പെഷവാറിലേക്ക് നമ്മുടെ ഫ്രോണ്ടിയർ മെയിൽ, ഇന്നത്തെ ഗോൾഡൻ ടെമ്പിൾ മെയിലിൽ ഘടിപ്പിച്ച് വീണ്ടും പെഷവാറിലേക്ക് പോകും. അങ്ങനെയാണ് ഈ പറഞ്ഞ ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസിൻ്റെ ഒരു ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണൂർ ഒരു കണ്ടോൺമെൻറ് ഉണ്ട്, അവിടുത്തെ സൈനികത്തെ ആവശ്യം ബ്രിട്ടീഷിൻ്റെ ആ ഒരു ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർക്ക് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനും വേണ്ടിയിട്ടാണ് ഈ ഗ്രാൻഡ് ട്രങ്ക് എന്ന് പറഞ്ഞാൽ വന്നത് തന്നെ. പിന്നീട് കുറേ കാലത്തിന് ശേഷമാണ് ചെന്നൈയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് ഒരൊറ്റ വണ്ടി ഓടിയത്. റെയിൽവേ സ്റ്റേഷനുകളിൽ കൂടുതൽ എലികൾ വരാനുള്ള റീസൺ എന്നറിയോ? ഇതിലൂടെ ചെറിയൊരു ഓട പോകുന്നില്ലേ, ഇതിൽ മുഴുവനും വേസ്റ്റുകളാണ്. എല്ലാ ടൈപ്പ് വേസ്റ്റുകളുണ്ട്. നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ സകലമാന വേസ്റ്റുകളുണ്ട്. അത് തിന്നാനാണ് ഈ ഒരു പശുവായാലും കൂടുതലായിട്ട് ഇതുവഴിയൊക്കെ വരുന്നത്. ഇവിടത്തേക്കൊരു വന്ദേ ഭാരത് വരുന്നുണ്ട്. ഭോപ്പാലിലെ റാണി കമലാപതി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും റീവയിലേക്ക് പോകുന്ന വന്ദേ ഭാരത്. ഈ റിവ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജബൽപൂരിന് തൊട്ടടുത്താണ്. 4:50 ഇത്താർസിൽ നമ്മുടെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. 230 കിലോമീറ്റർ ഉണ്ട് ഈ
ജബൽപൂരിൽ നിന്ന് റിവേയിലേക്ക് പോകാൻ. അപ്പോൾ ജബൽപൂരിൻ്റെ അടുത്തല്ല. വന്ദേ ഭാരത് എക്സ്പ്രസ്. എയ്റ്റ് കാർ വന്ദേ ഭാരതാണ്. ഇറ്റാർസി റെയിൽവേ സ്റ്റേഷനോട് വിടാം. അടുത്തത് നർമ്മദാപുരം റെയിൽവേ സ്റ്റേഷനാണ്. 18 കിലോമീറ്റർ പോകാനുണ്ട്. ഇവിടെ ഒരു പാലർ റണ്ണാണ്. ലോക്മാന്യത്തിൽ നിന്ന് ഗോരഖ്പൂരിലേക്ക് പോകുന്ന ഒരു എക്സ്പ്രസ് ആണത്. രണ്ടും ഒരേ ദിശയിലേക്ക് തന്നെ. രണ്ടും നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. എന്നാലും നമ്മളിതിന് ഇപ്പം തന്നെ ഓവർടേക്ക് കണ്ടിട്ട് അത് സ്ലോ ആക്കി. എൻ്റെ പൊന്നെ, അവിടുന്ന് ഇവിടം വരെ ഡ്രാഗ് റേസ് ആയിരുന്നു. നർമ്മദാപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്.
ശരിക്കും പറഞ്ഞാണ്ടല്ലോ ആ ട്രെയിൻ ഓവർടേക്ക് ചെയ്ത് പോകുന്നത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. ആ സമയത്ത് ഞങ്ങൾ നമ്മുടെ ആ ഒരു ബെർത്തിൻ്റെ ഭാഗത്തേക്ക് പോയതുകൊണ്ടാണ്. അതൊരു 1.5 സ്പീഡിലാണ് നമ്മുടെ ട്രെയിൻ ഓവർടേക്ക് ചെയ്ത്. പിന്നെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് റേസ് ആയിരുന്നു. അതായത് കാറും ബസ്സൊക്കെ ഇങ്ങനെ മത്സരമായിട്ട് നടത്തൂലേ, അതേപോലെ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം ഈ ഭാഗത്തേക്ക് ഇങ്ങനെയാണ്, നമ്മുടെ സൗത്ത് ഭാഗത്ത് പോലെയല്ലോ. മതി പറഞ്ഞ പോലെ അത് മിസ്സായത് ഞങ്ങൾക്ക് അറിയില്ല, അത് നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകുന്നത് അറിയില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സ്ഥലത്തിന്റെ പേര് നർമ്മദാപുരം എന്നാണ്. ഇത് നേരത്തെ അറിയപ്പെട്ടത് ഹോഷങ്കാബാദ് എന്നാണ്. 2021 ഈ സ്ഥലത്തിന്റെ പേര് റീനെയിം ചെയ്തത്. ഈ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദിയായ നർമ്മദയിലെത്തും. നർമ്മദ നല്ല വെള്ളമുണ്ട്. ഇതിലൂടെ ഇപ്പൊ ഒരു ട്രെയിൻ കൂടെ കടന്നു പോകണമായിരുന്നു. ഇവിടെയൊക്കെ വീണാ തീർന്ന്, നല്ല ഒഴുക്കുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ മോഡേൺ റെയിൽവേ സ്റ്റേഷനായ റാണി കമലാപതി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. സമയം 6:17. ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഈ റെയിൽവേ സ്റ്റേഷൻ മുഴുവനായിട്ടുള്ള വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, 2 തവണ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. കാരണം ഇതിന്റെ മുന്നിലായാലും പിറകിലായാലും കയറേണ്ട ആ ഒരു എൻട്രി ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കരമാണ്. കാരണം എന്താ പറയുക, 450 കോടി കൊണ്ടാണ് ഈ റെയിൽവേ സ്റ്റേഷൻ എന്താ പറയുക പണി കഴിപ്പിച്ചത്. മുമ്പ് ഇത് ഹബീബ്ഗഞ്ച് എന്ന റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത്. അത് 2021 റീനെയിം ചെയ്തിട്ട് പ്രധാനമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ എന്താ പറയുക, ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ട്. നമ്മൾ റിട്ടയർ റൂം ഉണ്ട്, എന്താ പറയുക, ഫുഡ് കോർട്ട് ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഡോർമെട്രി വരെ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നമ്മുടെ ട്രെയിൻ 2 മിനിറ്റാണ് സ്റ്റോപ്പ്. എയർപോർട്ട് പോലെയാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഘടന വരുന്നത്. മെയിൻ ഭാഗമൊക്കെ അവിടെയാണ്. ഇവിടെ ഈ ഒരു ഭാഗത്ത് തന്നെ ഫുഡ് കോർട്ടൊക്കെ അവൈലബിൾ ആണ്. അത് അങ്ങ് അവിടെ ഒരു കടയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്ന ഇവിടെ തന്നെ ഒരു ടീ ഷോപ്പൊക്കെ ഉണ്ട്. ഇതാ വണ്ടി പുറപ്പെടാൻ ഏകദേശം ആയില്ലേ. പിന്നെ വേറൊരു കാര്യം, ഇവിടെ ഭോപ്പാൽ മെട്രോ വരുന്നുണ്ട് കേട്ടോ. അതിന്റെ ഏകദേശം വർക്കൊക്കെ കംപ്ലീറ്റ് ആവാനായി. റാണി കമലാപതി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഇവിടുത്തെ വൃത്തിയാണ് എടുത്തു പറയേണ്ടത്. ഞങ്ങൾ ഇവിടുത്തെ റിട്ടയർ റൂമിലും താമസിച്ചിട്ടുണ്ട്. ഡിലക്സ് റൂമാണ്, അടിപൊളി റൂമാണ്. ഇവിടുന്ന് ഭോപ്പാലിലേക്ക് 7 കിലോമീറ്ററാണ് ഉള്ളത്. അങ്ങനെ റാണി കമലാപതി റെയിൽവേ സ്റ്റേഷനും പിന്നിട്ടിരിക്കുകയാണ്. ഭോപ്പാൽ മെട്രോന്റെ സ്റ്റേഷന്റെ വർക്കുകളാണ് നിങ്ങളിവിടെ കാണുന്നത്. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ഇവിടെയൊക്കെ മെട്രോ കുറിച്ച് പായും. മധ്യപ്രദേശിന്റെ ക്യാപിറ്റലായ ഭോപ്പാലിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭോപ്പാൽ ജംഗ്ഷൻ. സമയം 6:46. ഇവിടെയാണോ പ്ലാറ്റ്ഫോം? ഒന്നും അറിയത്തില്ല. അല്ല എന്നാ തോന്നുന്നത്. വളഞ്ഞു പോകുന്നുണ്ട്. ഇവിടെ തന്നെ ആയിരിക്കും, നമുക്ക് നോക്കാം. രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമാണ്.
ഭോപ്പാൽ ജംഗ്ഷൻ. ഇവിടെ 5 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഞങ്ങൾ ഇവിടുന്നാണ് ആദ്യം ഭക്ഷണം വാങ്ങിക്കാന്നെല്ലാം കരുതിയത്. ഇവിടെ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ, വെജ് പുലാവ്. ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ കയറാനൊക്കെ ഉണ്ട്. രാത്രിക്ക് കഴിക്കേണ്ട ഭക്ഷണം പാൻട്രിയിൽ നിന്ന് തന്നെ വാങ്ങിച്ചിരിക്കുകയാണ്. വെജ് താലിയാണ് കേട്ടോ വാങ്ങിച്ചത്. ഈ ഒരു സെറ്റിന് 120 രൂപയാണ് ആയത്. 2 എണ്ണം വാങ്ങിച്ച്. അപ്പോൾ എന്തൊക്കെയാണെന്ന് കാണട്ടെ. ഇത് ചപ്പാത്തിയാണ്. നമുക്ക് അവസാനം എടുത്ത് ഓപ്പൺ ചെയ്തേക്കാം. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കറികളാണ്, എത്രത്തോളമാണ് റൈസ് ഉള്ളത് എന്നൊക്കെ അറിയണ്ടേ. അതിന് മുന്നേ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇതിൻ്റെ കറികളൊക്കെ ബെർത്തിലാവുമല്ലോ. അതിന് പുറമേ തന്നെ ഒരു പത്രമൊക്കെ വിരിച്ച് ഈ ബെർത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റിന് ബെർത്തിലേക്ക് വീഴില്ല. റൈസ് ഇങ്ങനെയാണ് വരുന്നത്. ഒരു സ്പൂണുണ്ട്, ഒരു അച്ചാറുണ്ട്. നമ്മുടെ ദാല്, പരിപ്പ് കറി. അപ്പോൾ ഇതാണ് ഇന്ന് രാത്രി കഴിക്കുന്ന ഭക്ഷണം. പിന്നെ ഒരു 3 റൊട്ടി അഥവാ ചപ്പാത്തിൻ്റെ അകത്തുണ്ട്. ഇതിനകത്ത് ചപ്പാത്തി ഉണ്ട്. കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റി തന്നെ ഉണ്ട് കേട്ടോ. അച്ചാറ് ഇതിവിടെ കേട്ടോ, വേണ്ട. റൈസ് അത്യാവശ്യത്തിന് നല്ല ക്വാണ്ടിറ്റി തന്നെയുണ്ട്. സമയം 8:47. ബിന ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ലൈറ്റിംഗ് ഉണ്ട്. സൂപ്പർ ഫാസ്റ്റ് GT എക്സ്പ്രസ് എന്നാണ് ഇവിടെ അനൗൺസ്മെന്റ്. ഇവിടെ 8:50 എത്തി. 8:55 എടുക്കേണ്ട വണ്ടിയാണ്. 2 മിനിറ്റ് മുന്നേ എത്തി. അതുപോലെ തന്നെ പാൻട്രിയിൽ നിന്ന് വാങ്ങിച്ച ഫുഡ് വലിയ രസമൊന്നുമില്ല കേട്ടോ. കാരണം കറികളൊന്നും അധികം വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. പിന്നെ നമ്മൾ കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് ഓൺലൈൻ വഴി ഫുഡ് ഓർഡർ ചെയ്താലും കിട്ടുന്ന വർഷം കണക്കായിരിക്കും. ഈ മധ്യപ്രദേശ് ഒരു ഭാഗത്ത്. ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് ജാൻസിയാണ്. 155 കിലോമീറ്റർ പോയിട്ട് 11 മണിയാകുമ്പോൾ ഏകദേശം എത്താൻ വേണ്ടിയിട്ട്. അത് എനിക്ക് ഗ്വാളിയർ, ആഗ്ര, അങ്ങനെയാണ് ഈ ട്രെയിനിൻ്റെ സ്റ്റോപ്പൊക്കെ വരുന്നത്. നാളെ രാവിലെ വെളുപ്പിന് ഒരു 4 മണിയാകുമ്പോൾ നമ്മൾ ഉറങ്ങി എഴുന്നേക്കും. അപ്പോൾ ഇന്നത്തെ വിഷ്വൽസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 5:17. ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മളെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ 4 മണിക്ക് എഴുന്നേറ്റു. പക്ഷേ ഇവിടെ എത്തണ്ടേ. ഇവിടെ എത്താൻ വേണ്ടി ഒരുപാട് ടൈം എടുത്തു. കാരണം ഇത് ഔട്ടർ തന്നെ ഒരുപാട് നേരം നിർത്തിയാണ് ഇവിടെ എത്തിയത്. ഫരീദാബാദ് കഴിഞ്ഞ ശേഷം വണ്ടി ഒരുപാട് നേരം നിർത്തി. ഇപ്പോഴാണ് ഇങ്ങനെ നിർത്തി പോയപ്പോഴാണ് കുറച്ച് വണ്ടി ഡിലേ ആയത്. 5:19 ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലെ നമ്മുടെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. 4ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ വന്നത്. ഇനി 7 കിലോമീറ്റർ ഉണ്ട് നൈദില്ലി റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഇവിടെ വേറൊരു വണ്ടിയുണ്ട്, അത് കാണിച്ചു തരാം. ഈ കാണുന്ന വണ്ടിയാണ് ഹസ്രത്ത് നിസാമുദ്ദീൻ എറണാകുളം ജംഗ്ഷൻ മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ഇതിപ്പോൾ ഇവിടുന്ന് എടുക്കും. അപ്പോൾ മംഗളയെയും രാവിലെ ഇവിടെ വെച്ച് കണ്ടിരിക്കുകയാണ്. WP5 ഹസ്രത്ത് നിസാമുദ്ദീൻ. ഇനി കുറേ നിർത്തിയൊക്കെ എടുക്കുള്ളൂ വണ്ടി. അങ്ങനെ പെട്ടെന്നൊന്നും നൈതിലി എത്തൂല. ചെന്നൈയിൽ തന്നെ ഞങ്ങൾ ഇവിടുത്തെ വൃത്തിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഡൽഹി എത്തുമ്പോഴത്തേക്കും ഇതിൻ്റെ വാഷ് ബേസിൽ കുപ്പിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 2 ബാത്റൂം, ഈ ഒരു ഭാഗത്തെ ബാത്റൂമിന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. എല്ലാം ബ്ലോക്കാണ്. ഇതിൽ വലിയ രീതിയിലുള്ള ക്ലീനിങ് ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാം ഉള്ളത്. ടോട്ടലി കച്ചറയായി നിൽക്കുക. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ എത്താനായി. ചെന്നൈയിൽ നിന്നും 2186 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ നൈദില്ലി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നൈദില്ലി 5:37 സമയം. ഇപ്പോൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ 7ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ട്രെയിൻ ഇവിടെ 5:05 എത്തേണ്ടത്. ഒരു അരമണിക്കൂർ ഡിലേ. അതും കുഴപ്പമില്ല.
ഇനിയിപ്പോൾ നേരെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോം ഉള്ള ഭാഗത്തേക്ക് പോവാം. ഇവിടെ തന്നെ സ്റ്റെപ്പ് ഉണ്ട്. ഇതാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. ഇവിടെ ഒരു ട്രെയിൻ വന്നിട്ടുണ്ട്, ന്യൂഡൽഹി റാണി കമലാപതി ശതാബ്ദി എക്സ്പ്രസ്. ഞങ്ങൾക്കിനി ഒരുപാട് സമയമുണ്ട്. ഇവിടെ ഒരു വെയിറ്റിംഗ് റൂം ഉണ്ട്, അവിടെ പോയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യാം. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിവിടെ റൂം എടുത്തിട്ടുണ്ട്, അത് പഹഡ്ഗഞ്ച് ഭാഗത്താണ്. അതിൻ്റെ ചെക്ക് ഇൻ ടൈം വരുന്നത് രാവിലെ 11 മണിയാണ്. നമുക്ക് അതുവരെ സമയം ചിലവഴിക്കണം. ഒന്നുകിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും പോയിരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ വെയിറ്റിംഗ് റൂം ഉണ്ട്, അവിടെ തന്നെ പോയി റെസ്റ്റ് ചെയ്യണം. 11 മണിയായി സമയം. ഇപ്പോൾ ഞങ്ങൾ ഇത്ര നേരം വെയിറ്റിംഗ് റൂമിലൊന്നല്ല ഉണ്ടായിരുന്നത്, ഒരു ട്രെയിൻ സ്പോട്ടിംഗ് വീഡിയോ എടുക്കാൻ പോയതാണ്. അതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾ അടുത്ത ദിവസം കാണും. ഇനിയിപ്പോൾ 12 മണിക്ക് ഏകദേശം 1 മണിക്കൂറും കൂടെ ഉള്ളൂ. നമ്മൾ നടന്നെത്തുമ്പോൾ ഏകദേശം ടൈം ആവും. അതായത് നമ്മുടെ റൂമിൽ ചെക്ക് ഇൻ ടൈം പറഞ്ഞത് അവർ 12 മണിയാണ്. പകർഗഞ്ചിലാണ് നമ്മൾ റൂം എടുത്തത്. എപ്പോഴും വന്നാൽ ഡൽഹിയിൽ അവിടെ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. അതൊക്കെ പോവാം അങ്ങോട്ടേക്ക് തന്നെ. അപ്പോൾ അതൊക്കെ പോയി അവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ 12 മണി ആയിക്കോളും. ഇവിടുന്ന് തൊട്ടടുത്തേ ഉള്ളൂ, 700 മീറ്റർ മാത്രമേ ഉള്ളൂ നടന്നിട്ട് പോകാൻ. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ തന്നെ ഇവിടുത്തെ വൃത്തിയാണ് ആദ്യം നമ്മൾ പറയേണ്ടത്. പിന്നെ അതിന് പുറമേ ഇവിടെ നല്ല ട്രാഫിക് ബ്ലോക്കും കൂടിയാണ്. ഇവിടെ നിന്ന് ഒന്നും വാങ്ങിച്ച് കഴിക്കരുത്. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുനിന്ന് വൃത്തിയില്ലായ്മേൻ്റെ അങ്ങേയറ്റാണ് ഇവിടെ. പഹഡ്ഗഞ്ച് കുറച്ച് അകത്തേക്കാണ്, ആ ഒരു ഭാഗത്തേക്കാണ്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് വന്ന് ഇനിയിപ്പോൾ നേരെ പഹഡ്ഗഞ്ച് ഭാഗത്തേക്ക് പോകേണ്ടത് ഇവിടെയാണ്. ഇവിടെ വലിയൊരു ബോർഡൊക്കെ ഉണ്ട്, റോഡ് മുറിച്ചെടുക്കാം. അവിടെ നിൽക്കുമ്പോൾ തന്നെ റൂം വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി റൂം ബുക്ക് ചെയ്തതാണല്ലോ. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വലിയൊരു കാര്യമുണ്ട്. എന്താ അറിയോ, ഞങ്ങൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഒരു 10 മിനിറ്റ് നിന്ന സമയത്ത് തന്നെ ഞങ്ങൾ മലയാളത്തിൽ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അതായത് അവർ ചോദിക്കും നമ്മളോട്, തിരുവനന്തപുരത്തേക്ക് എറണാകുളത്തേക്കും ചെന്നൈയിലൊക്കെ എൻ്റെ റിസർവേഷൻ ടിക്കറ്റ് ഉണ്ട്, നിങ്ങൾക്ക് വേണോ? 20 രൂപ മാത്രമേ എക്സ്ട്രാ ചാർജ് ഉള്ളൂ. ഇത് കേട്ടിട്ട് പോയി പെടുന്ന ഒരുപാട് മലയാളികളുണ്ട്. 20 രൂപ കൂടുതൽ കൺഫേം ടിക്കറ്റ് കിട്ടുമല്ലോ. അവിടെ പോകുമ്പോഴത്തേക്കും അവർ എന്താ പറയാ, പറ്റിച്ച് നമ്മുടെ കയ്യിൽ തരും. അവസാനം നമുക്ക് ടിക്കറ്റും ഉണ്ടാവില്ല, നമ്മുടെ പൈസയും പോകും. അങ്ങനത്തെ ഒരു ഗതിയാവും. 1000 രൂപയുടെ ടിക്കറ്റിന് മനുവോ 5000 ഒക്കെ പോയ കഥയുണ്ട്. നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും അതിലൊന്നും പോയി പെട്ടേക്കാറുണ്ട്. ഇവരെങ്ങനെയാണ് ഈ ടിക്കറ്റ് എടുക്കുന്നത്? അതെല്ലാം വലിയൊരു ട്രിക്കാണ്. അതിനെ പറ്റി കൂടുതൽ ഞങ്ങൾ പറയുന്നില്ല. ഇങ്ങനത്തെ ഒരു മോശം അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും കേട്ടോ. ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ റൂമുകൾ കിട്ടുന്ന ഒരു ഭാഗമാണ് പഹഡ്ഗഞ്ച്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബഡ്ജറ്റിൽ തന്നെ ഇവിടെ റൂമുകൾ അവൈലബിൾ കിട്ടും. ഡബിൾ ബെഡ്റൂമിന് 400-500 മുതലാണ് ഇവിടെ സ്റ്റാർട്ടിങ് ഉള്ളത്. പോകുന്ന വഴിക്ക് തന്നെ നവീനോട് ചോദിക്കുന്നുണ്ട് റൂമൊക്കെ വേണമെന്നല്ലേ. ഞാൻ ഓൾറെഡി അവിടെ ബുക്ക് ചെയ്തിട്ട് പറഞ്ഞാണേ, അത്രയും ദൂരത്തിൽ ബുക്ക് ചെയ്ത് ഇവിടെ തന്നെ റൂമില്ലെന്നാ ചോദിക്കുന്നത്. നാളെ അയാളോട് ആ ഒരു പൈസ തിരിച്ചു തരാൻ പറ, എന്നിട്ട് വേണമെങ്കിൽ അവിടെ എടുക്കാം. അല്ലാതെ പക്ഷെ ഇവിടുത്തെ വൃത്തിയൊക്കെ വളരെയധികം കുറവാണ് കേട്ടോ. നമ്മുടെ റൂമിലേക്ക് ഒരു 200 മീറ്ററും കൂടെ പോകാനുണ്ട്. ഞങ്ങൾ റൂം എടുത്ത ഒരു ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഹോട്ടൽ യാത്രി ഇന്റർനാഷണൽ GH. ഇവിടെയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറാം. പഹഡ്ഗഞ്ചിൽ ഞങ്ങൾ എടുത്തിട്ടുള്ള റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇങ്ങനെയാണ് ബെഡും കാര്യങ്ങളൊക്കെ വരുന്നത്. ചെറിയൊരു മുറിയാണ്. ഇവിടെ ഒരു മിറർ ഉണ്ട്, നമുക്ക് ഡ്രസ്സൊക്കെ വെക്കാനുള്ള ചെറിയൊരു സ്പേസ് ഉണ്ട് ഇവിടെ. പിന്നെ നമുക്ക് റിസപ്ഷനിലേക്ക് വിളിക്കേണ്ട ഒരു ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. TV ഉണ്ട്. ഇവിടെ AC ഉണ്ട്, പക്ഷേ ഇത് AC റൂമല്ല, നോൺ AC റൂമാണ്. ബാത്റൂമും ടോയ്ലറ്റൊക്കെ ഇവിടെ വരുന്നത്. കുഴപ്പമില്ലാത്ത നല്ലൊരു ഏരിയ തന്നെയാണ് കേട്ടോ. നല്ല വൃത്തിയുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഈ റൂമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകണമെങ്കിൽ ചെറിയൊരു ബാൽക്കണി ഉണ്ട്. ഇവിടുന്ന് നോക്കിയാൽ നമ്മൾ നേരത്തെ നടന്നു വന്ന ആ ഒരു വഴിയില്ലേ, അത് കാണാം. അതിൻ്റെ മറ്റൊരു ഭാഗം ഈ കാണുന്ന വഴിയാണ് ഞങ്ങൾ നടന്നു വന്നത്. നല്ല റഷ് ഏരിയ ആണ്. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ ഡൽഹി, അതായത് ഈ ഒരു പഹഡ്ഗഞ്ച് ഭാഗത്ത് വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 400 രൂപ മുതൽ നിങ്ങൾക്ക് ഇഷ്ടമില്ല പ്രൈസ് റേഞ്ചിൽ നല്ല അടിപൊളി റൂമുകൾ ഇവിടെ കിട്ടും. നിങ്ങൾക്ക് കാരണം ചിലർക്ക് നല്ല ചീപ്പായിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ചിലപ്പോൾ നല്ല എക്സ്പെൻസീവ് ആയിട്ട്. അപ്പൊ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി നിങ്ങൾക്ക് റേറ്റിംഗ് ഒക്കെ നോക്കി ബുക്ക് ചെയ്യാം. അല്ലാതെ ഇവിടെ ബാർഗൈൻ ചെയ്തെടുക്കാൻ പറ്റിക്കപ്പെടാനും സാധ്യതയുണ്ട്. അതൊക്കെ ഓരോരുത്തർ കഴിവുമായിരിക്കും. ഞങ്ങളിവിടെ AC എടുക്കാത്ത വേറെ കണ്ടല്ലോ, ഞങ്ങളുണ്ടല്ലോ നോൺ AC പ്രിഫർ ചെയ്ത് ഇപ്പം യാത്രയ്ക്ക് കഴിഞ്ഞു. അതും കമന്റ് ആയിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കും, നിങ്ങൾ യാത്രക്കാരിൽ ഡ്രസ്സൊക്കെ എങ്ങനെ വാഷ് ചെയ്യാറുണ്ടോ?
ചെയ്യാറുണ്ട്. ഇനിയിപ്പോ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇപ്പം ഇത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇപ്പം ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ട്. അതൊക്കെ ഇവിടെ നനച്ചിട്ട് അതിനുശേഷം അതെ ഇതിന്റെ അകത്ത് കയറി അലക്കിയിട്ട് ഇവിടെ എവിടെയെങ്കിലും കസേര ആ ചെയറില്ലേ ആ ചെയറിനൊക്കെ എടുത്ത് ഈ ഒരു ഫാന്റെ കീഴിലിടും. നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് എല്ലാം ഉണങ്ങി കിട്ടും. അപ്പൊ ആ സമയത്ത് നമ്മള് അടുത്തൊരു വീഡിയോ എക്സ്പ്ലോർ ചെയ്യാൻ പോകും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗ്രാൻഡ് ട്രങ്കിന്റെ കാര്യം എടുത്ത് പറയണല്ലോ. അപ്പൊ ഗ്രാൻഡ് ട്രങ്കിന്റെ കാര്യം പറയുമ്പോൾ അതില് ജനറൽ ആൾക്കാർ സ്ലീപ്പർ കയറുന്നില്ല എന്ന് പറഞ്ഞില്ലേ. അത് സംഭവം ഭോപ്പാലിന് ശേഷം അത്യാവശ്യം കുറച്ച് ആൾക്കാർക്ക് കയറുന്നുണ്ട്. എന്നിരുന്നാലും ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വളരെയധികം സുഖകരമായിരുന്നു. എല്ലായ്പ്പോഴും ഈ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു വന്നുകൊണ്ട് നിങ്ങൾ കയറുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായാൽ ഞങ്ങൾ ഉത്തരവാദില്ല. കാരണം നമുക്ക് അറിയില്ല തിരക്ക് എപ്പോഴാണ് വരുന്നത്. കാരണം തമിഴ്നാട് എക്സ്പ്രസിൽ ഞങ്ങൾക്ക് ഒരു തവണ ഡൽഹിയിൽ നിന്ന് ചെന്നൈയിലോട്ട് വളരെ മോശം അനുഭവം ഉണ്ടായത്. അപ്പൊ ഞങ്ങൾ പോയത് ഇവിടുന്ന് അവിടം വരെ അത് മൊത്തം ജനറൽ അവസ്ഥ ഉണ്ടായിരുന്നു സ്ലീപ്പർ ആയാലും. അപ്പൊ നമുക്ക് ഒരിക്കലും അത് പറയാൻ പറ്റില്ല. പക്ഷെ അത് ഓരോ സ്ഥലങ്ങൾ ഇതുപോലെ ഇരിക്കും. തീർച്ചയായും. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ റൂം എടുത്തത് 650 രൂപക്കാണ്. 650 രൂപയ്ക്ക് ഓൺലൈൻ വഴി ഗോയിബിബോ വഴി തന്നെയാണ് എടുത്തത്. ഇവിടെ AC റൂം എല്ലാ ടൈപ്പ് റൂമുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഞങ്ങൾ ഡൽഹിയിൽ വന്നാൽ കൂടുതൽ ഇവിടെ തന്നെയാണ് താമസിക്കാറ്. കാരണം ഞങ്ങളുടെ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തന്നെയാണ് ഞങ്ങൾക്ക് ബെസ്റ്റ് ആയി തോന്നിയിട്ടുള്ളത്. അപ്പൊ എന്താ പറയാ, ചെന്നൈ തുടങ്ങിയ ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസിന്റെ GT എക്സ്പ്രസിന്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറുപടി ബൈ.